മലയാളികളുടെ ജനപ്രിയ നായകൻ എന്ന ലേബൽ ദിലീപേട്ടൻ അപ്പുറമൊന്നുമില്ല അല്ലേ? അപ്പോഴും ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ക്രൂശിച്ചു. കർത്താവ് യേശുക്രിസ്തുവിനെ വരെ ക്രൂശിച്ചു, അത് വേറെ കാര്യം. അപ്പോഴും ചേച്ചി പറയുന്ന പല അഭിമുഖവും ഞാൻ കേട്ടപ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടതാണ്. ദിലീപേട്ടൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ടല്ലേ? ഒത്തിരി പേരെ സഹായിക്കാറുണ്ട്. ചേച്ചിയുമായിട്ടുള്ള ദിലീപ് മാത്രമല്ല, മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, പിന്നെ എൻ്റെ അറിവിൽ അവരെല്ലാം സഹായിക്കാറുണ്ട്. ദിലീപ് ഒക്കെ സഹായിക്കാറ്. പക്ഷെ ദിലീപ് സഹായിക്കുമെന്ന് അറിയാമെങ്കിലും ഇവരെയൊക്കെ സഹായിച്ചാലും ഒന്നും പുറത്തോട്ട് വരുന്നില്ല. ഇവർക്കാർക്കും ഇഷ്ടമല്ല ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ അമ്മയെ തന്നെ, അമ്മ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അതൊന്നും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ആൾക്കാർക്ക് അറിയത്തുമില്ല. ഈ ആൾക്കാർക്ക് അറിയുന്നതാണ് ആൾക്കാർ ഈ എന്താ പറയുക, അവരറിയുന്നില്ല ഇങ്ങനെ കൊടുത്തത്. ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ കൊടുത്തോ ഇല്ലയെന്ന്. ഇപ്പോൾ ദിലീപ് ഒരുപാട് പേരെ സഹായിച്ചു എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ചാനലിൽ ഇൻ്റർവ്യൂ പോയിരുന്നപ്പോൾ ഒരു അമ്മയും മോളും വന്നിരുന്ന് ഒരു വീൽ ചെയറിലൊരു കുട്ടി വന്നിരുന്നിട്ട് കരഞ്ഞു പറയുന്നപ്പോഴാണ് ഞാനിങ്ങനെ അന്തം വിട്ടുപോയി ആ കൊച്ചിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. ദിലീപേട്ടൻ ഇരിക്കുന്നൊരു ഷോ അല്ലേ? അതിൽ ആ കൊച്ചു വന്ന അതിലും പറഞ്ഞു. പിന്നെ അല്ലാതെ ആ കൊച്ചു ഒരു അമൃത ചാനലിൽ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് ആ കൊച്ച് അത് വന്നത് വേറെ ചാനലായിരുന്നു ദിലീപിൻ്റേത്. മറ്റേത് അമൃത ചാനലായിരുന്നു. രണ്ടാമത് ഈ കുട്ടി വന്ന് അപ്പോഴാണ് ഞാനിത് കാണുകയും ദിലീപിൻ്റെ അപ്പം ഞാനിത് കണ്ടിട്ടില്ല. ഞാനിത് പറഞ്ഞതിന് ശേഷമാണ് ദിലീപിൻ്റെ ഇത് കാണുന്നത് ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ കൊച്ചു കാര്യമൊന്നും അമ്മയ്ക്ക് എന്ത് സ്നേഹമായിട്ട് ദിലീപിനെ പറ്റി സംസാരിക്കണം. പിന്നെ അതുമാത്രമല്ല, അല്ലാതെ ഒരുപാട് ആൾക്കാർക്ക് ദിലീപ് സഹായിക്കാറുണ്ട്, ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സിനിമയിലുള്ള ആൾക്കാർക്ക് പോലും ദിലീപ് സഹായിക്കാറുണ്ട്. ഒന്നും വേണ്ട, ഞങ്ങളുടെ അമ്മ സംഘടന തന്നെ എടുത്താൽ പോരെ. അമ്മ സംഘടനയ്ക്ക് ഒരു പെൻഷൻ എന്ന ഒരു പരിപാടിയിലേക്ക് അതിനകത്തൊരു വഴി തെളിച്ചു വെച്ചത് ദിലീപാണ്. കാരണം 2020 എന്ന് പറഞ്ഞ പടം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം 1-2 ആൾക്കാർ വില്ലിങ് ആയാലും അത് പിന്നെ നടന്നില്ല. ദിലീപാണ് ചങ്കൂറ്റത്തോടെ ഏറ്റിട്ട് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് ഏറ്റ് നിന്ന് ദിലീപാണ് 2020 എന്ന് പറഞ്ഞ പടം അമ്മയ്ക്ക് വേണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാനടക്കം, അല്ലെങ്കിൽ നമ്മുടെ താരങ്ങൾ മമ്മൂക്ക, ലാലേട്ടൻ മൊത്തം അടക്കം ആ സിനിമയിൽ എല്ലാവരും അഭിനയിച്ചു. ആ പടം വമ്പൻ ഹിറ്റായിരുന്നു. അപ്പോൾ അത് അമ്മയ്ക്കൊരു വലിയൊരു ഫണ്ട് അമ്മയിലോട്ട് വന്നപ്പം കുറേ നിസാര എമൗണ്ടിൽ കിടന്ന പെൻഷൻ അതൊരു 5000 വെച്ച് ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റി. അത് പിന്നെ ദിലീപ് എന്ന് പറഞ്ഞ ആ ഒരു ഫണ്ട് ആദ്യം ഉണ്ടാക്കി അമ്മയ്ക്ക് ഫണ്ട് ഉണ്ടാക്കി തന്ന ഒരാളാണ്. അതിനെ ആരെല്ലാം എന്തെല്ലാം എങ്ങനെന്താ പറഞ്ഞാലും ഞാൻ അതിനെ ന്യായീകരിക്കും. കാരണം നമ്മളത് തന്നത് മറക്കരുത്. അതിനുശേഷം അമ്മയുടെ ഫണ്ടിലോട്ട് ഒത്തിരി നമുക്ക് സ്റ്റേജ് ഷോസുകൾ അല്ലാതെ പിന്നെ പരിപാടി ചെയ്തൊക്കെ അമ്മ ശരിക്ക് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കുള്ളതെല്ലാം അത് തന്നെയാണ് ഫണ്ട് പോകുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു ഫണ്ടിങ് സമാഹാരം എന്ന് പറയുന്നത് ദിലീപേട്ടൻ തന്നെയായിരുന്നു. അതെ, ഫണ്ട് അമ്മയ്ക്ക് കൊണ്ടുവന്ന് ദിലീപായിരുന്നു. ഈ അമ്മയിലൊക്കെ സജീവ പ്രവർത്തകയാണെന്ന് ഞാൻ കേട്ടു. പിന്നെ അത് തീർച്ചയായും. പിന്നെ ഇതിനകത്ത് മറ്റേ അമ്മയ്ക്കുള്ളിൽ തന്നെ എല്ലാവർക്കും ദിലീപ് പൈസ കൊടുത്തിട്ടുണ്ട്, പലരെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബമല്ലേ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കുടുംബത്തിരിക്കണ്ടേ, ചെല്ലണ്ടേ, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ. എൻ്റെ കുടുംബം എൻ്റെ സിനിമ, എൻ്റെ അമ്മ എൻ്റെ സിനിമ എന്ന് പറയുന്ന മേഖല തന്നെയാണ്. എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു തറവാടാണ്.